അങ്ങനെ നമ്മുടെ സുധി ഗത്യന്തരമില്ലാതെ ആ ഒരു തെറ്റ് ചെയ്യുകയാണ്. പിശാചുക്കൾ പോലും ചെയ്യാൻ മടിക്കുന്ന ആ ഒരു തെറ്റ് നമ്മുടെ സുധി ചെയ്യുകയാണ്. അതിൻ്റെ ഉത്തരവാദിത്വം നമ്മുടെ പാവം രേവതിയുടെ തലയിൽ കൊണ്ടിടുമോ, ശരത്തിൻ്റെ തലയിൽ കൊണ്ടിടുമോ, ഇനി രേവതിയുടെ കുടുംബക്കാരുടെ മുഴുവൻ തലയിൽ കൊണ്ടിടുമോ എന്നൊക്കെ നമുക്കറിയാം. അതിലേക്കൊക്കെ വരാം. അതിന് മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കൂ. അപ്പോൾ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂവിലേക്ക് പോകാം. ഇപ്പോൾ ഓണമൊക്കെ ആയതിനു ശേഷം ഇതുവരെയും ഞാൻ ഇങ്ങനെ ഈ സീരിയലിൻ്റെ ഒന്നും റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും ഇന്ന് തൊട്ട് എല്ലാം സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇന്നലെ വരെ പത്തരമാറ്റ് മൗനരാഗമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഓൾറെഡി പത്തരമാറ്റിട്ടിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഈ ചെമ്പനീർ പൂവ്, ഇനി വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഗീതാ ഗോവിന്ദം, അതുപോലെ തന്നെ നമ്മുടെ മൗനരാഗം, ഇത്രയും ഈ 4 സീരിയലിൻ്റെ റിവ്യൂ ആണ് വരുന്നത്. അതുപോലെ തന്നെ പിന്നെ എന്താണ് ഈ സീരിയലിൻ്റെ റിവ്യൂ കൂടാതെ തന്നെ റിയാക്ഷൻ വീഡിയോകൾ ഒക്കെ ഉണ്ടാവും ഈ ചാനലിൽ. എല്ലാവരും കാത്തിരിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് എന്താണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്ത് കാണുക. സീരിയൽ റിവ്യൂ ഇഷ്ടമുള്ള ആളുകൾ അതിലേക്ക് പോകുക, ട്രോൾ വീഡിയോകൾ ഇഷ്ടമുള്ള ആളുകൾ അതിലേക്ക് പോകുക, അതുപോലെ തന്നെ റിയാക്ഷൻ വീഡിയോകൾ ഇഷ്ടമുള്ള ആളുകൾ അതിലേക്ക് പോവുക. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂവിലേക്ക് പോകാം. ആദ്യം നമുക്ക് അതിലേക്ക് പോകാം. അങ്ങനെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശ്രീകാന്തിനെ നമ്മുടെ വർഷ വിളിക്കുകയാണ്. പക്ഷെ വിളിച്ചിട്ട് നമ്മുടെ ശ്രീകാന്തിനാണെങ്കിൽ നല്ല വിഷമമുണ്ട്. കാരണം നമ്മുടെ സച്ചിയാണ് നമ്മുടെ ശ്രീയോട് പറഞ്ഞിരിക്കുന്നത്, ഇനി വർഷയുടെ പിന്നാലെ പോവരുത്, പോയി കഴിഞ്ഞാൽ നിൻ്റെ കാല് ഞാൻ തന്നെ അടിച്ചു ഓടിക്കും എന്നിങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ശ്രീകാന്തിന് ഫോൺ എടുക്കാൻ പറ്റുന്നില്ല. ശ്രീകാന്ത് ഇങ്ങനെ ഫോൺ ഇങ്ങനെ സൈലൻ്റ് ആക്കിയൊക്കെ വെച്ചുകൊണ്ട് ഇങ്ങനെ ആകെ വിഷമിച്ചിങ്ങനെ നടക്കുകയാണ്. വർഷയ്ക്കാണെങ്കിൽ അതിനപ്പുറം ടെൻഷനുണ്ട്. വർഷ നേരെ എന്ത് ചെയ്തെന്നോ, നേരെ രേവതിയെ വിളിക്കുകയാണ്. രേവതിയാണെങ്കിൽ അടുക്കളയിൽ ഇങ്ങനെ മാരകമായിട്ടുള്ള പണികളൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ വർഷ വിളിക്കുകയാണ്. രേവതിയെ വിളിച്ചിട്ട് കാര്യം പറയുകയാണ്. ചേച്ചി, പിന്നെ ഞാനിപ്പോൾ ചേച്ചിയെ വിളിച്ചത് എന്തിനാണെന്ന് വെച്ചാൽ ചേച്ചിക്ക് സുഖമാണോ എന്നൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചതാണ്. അന്ന് ചേച്ചിയെ കണ്ടിട്ട് പോയതിന് ശേഷം പിന്നെ ചേച്ചിയുടെ ഒരു വിവരവും ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ രേവതി പറയണം, മോളെ നീ വിളിച്ചതിൽ എന്തായാലും എനിക്ക് വളരെ സന്തോഷമുണ്ട്, എന്തായാലും നിനക്ക് എന്നെ വിളിക്കാനൊന്ന് തോന്നിയല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ എന്നിട്ട് നമ്മുടെ രേവതി പറയണം, മോളെ ശ്രീകാന്തിന് കൊടുക്കണോ, ശ്രീകാന്ത് ഇവിടെ ഉണ്ട്. അപ്പോൾ ഉടനെ വർഷ ചോദിക്കണം, ശ്രീ ഇന്ന് റെസ്റ്റോറൻറ്റിൽ പോയില്ലേ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല മോളെ ഇന്ന് പോയില്ല, അവൻ പോവുമായിരിക്കും എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഉടനെ നമ്മുടെ വർഷ പറയാണ്, ചേച്ചിയെ പറ്റി ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്. ചേച്ചി നേരത്തെ അന്ന് ഉണ്ടാക്കിക്കൊണ്ട് തന്ന ആ ചിക്കൻ കറി ഇല്ലേ, അതേക്കുറിച്ചൊക്കെ ഞാൻ എപ്പോഴും ഓർക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പറയുകയാണ്. മോളിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചോ എന്നിങ്ങനെ രേവതി ചോദിക്കുമ്പോൾ വർഷ പറയുകയാണ്, ഇല്ല ചേച്ചി, കഴിച്ചില്ല എന്ന് പറയണ്. അപ്പോൾ ഉടനെ രേവതി പറയണം, കഴിച്ചില്ലേ, അങ്ങനെയാണെങ്കിലുണ്ടല്ലോ മോക്ക് അന്നത്തെ പോലത്തെ ചിക്കൻ കറി ഉണ്ടാക്കിക്കൊണ്ട് തരാമെന്ന് പറയണം. അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ വർഷ പറയണം, അയ്യോ അത് ചേച്ചിക്ക് ബുദ്ധിമുട്ടാവില്ലേ? എന്ത് ബുദ്ധിമുട്ട്? ഒരു ബുദ്ധിമുട്ടും ഇല്ല, മോള് ധൈര്യമായിട്ടിരി, മോക്ക് വിശക്കുന്നില്ലേ? എനിക്കിത്തിരി വിശപ്പൊക്കെ ഉണ്ട്. അങ്ങനെയാണെങ്കിലേ വർഷ സമാധാനമായിട്ടിരിക്കും, ഒരു ഇത്തിരി നേരം കൂടി എങ്ങനെയെങ്കിലും പിടിച്ച് നിൽക്കുക, ഞാൻ ഭക്ഷണം ഉണ്ടാക്കി പെട്ടെന്ന് വരാം എന്നിങ്ങനെ പറയണം. അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ വർഷ ചോദിക്കണം, അതിന് ചേച്ചിക്ക് വരാൻ അറിയുമോ, വഴിയൊക്കെ അറിയുമോ? ബസ്സുണ്ടല്ലോ, ബസ്സിൽ കയറിയിട്ട് വരാം. അല്ല ചേച്ചി, ബസ്സിലൊക്കെ കയറി വരുമ്പോൾ ഒരുപാട് സമയം എടുക്കില്ലേ? ചേച്ചി ശ്രീകാന്ത് ഉണ്ടെങ്കിൽ ശ്രീയുടെ കൂടെ വരൂ, അപ്പോൾ ശ്രീ റെസ്റ്റോറൻറ്റിൽ പോവുകയാണെങ്കിൽ ചേച്ചിക്ക് അവിടെ ഇറങ്ങാമല്ലോ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഉടനെ തന്നെ രേവതി പറയണം, അത് കൊള്ളാം മോളെ, അങ്ങനെ ചെയ്യാം, എന്നാൽ മോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക, ഞാൻ പെട്ടെന്ന് തന്നെ ഫുഡ് ഉണ്ടാക്കാം എന്ന് പറഞ്ഞിട്ട് രേവതി ഫോൺ വെക്കുകയാണ്. എന്നിട്ട് രേവതി തകൃതിയായിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്നതിൻ്റെ തിരക്കിലാണ്. അതേ സമയത്ത് നമ്മുടെ സുധി വരികയാണ്. സുധി വരികയല്ല, സുധി വരുന്നത് പിന്നീടാണ് കാണിക്കുന്നത്. പിന്നീടെന്ന് വെച്ചാൽ നമ്മുടെ ശ്രീകാന്ത് ഇങ്ങനെ മുറിയിലിരിക്കുകയാണ്. മുറിയിലിരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ രേവതി ഒരുങ്ങി സുന്ദരിക്കുട്ടിയായി കയ്യിൽ നമ്മുടെ ടിഫിനൊക്കെ ആയിട്ട് വരികയാണ് നമ്മുടെ രേവതി. അതിനുശേഷം നമ്മുടെ ശ്രീകാന്തിനെ വിളിക്കുകയാണ്. അപ്പോൾ ശ്രീകാന്ത് താഴേക്ക് ഇറങ്ങി വരികയാണ്. അപ്പോൾ പറയണേ, ശ്രീകാന്ത് നീ പെട്ടെന്ന് വാ, നിനക്ക് റെസ്റ്റോറൻറ്റിൽ പോകണ്ടേ? ഞാനാണെങ്കിൽ എന്നെ പോകുന്ന വഴിക്ക് ആ സ്റ്റുഡിയോയിൽ മുന്നിലങ്ങ് ആക്കാൻ പറയണം. അപ്പോൾ ശ്രീകാന്ത് ചോദിക്കണേ, എന്തിനായിട്ട്? അതെ, വർഷ ഫുഡൊന്നും കഴിച്ചില്ല, വർഷയ്ക്ക് കൊടുക്കാനായിട്ട് ഞാൻ അന്ന് വെച്ചതുപോലത്തെ ആ ചിക്കൻ കറി ഇല്ലേ, അത് ഉണ്ടാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് അത് വർഷയ്ക്ക് കൊടുക്കണമെന്ന് പറയണം. അപ്പോൾ ഉടനെ ശ്രീകാന്ത് പറയണേ, അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഏട്ടത്തി, ആരാ പറഞ്ഞത് ആവശ്യമില്ലെന്ന്? ആ കുട്ടി ഇതുവരെ ഒന്നും കഴിക്കാതിരിക്കുകയാണ്, ഇതുകൊണ്ട് കൊടുക്കണം എന്ന് പറയുമ്പോൾ ശ്രീകാന്ത് പറയണേ, അത് അവൾ വെറുതെ പറഞ്ഞതായിരിക്കും, അവൾ പുറത്തുനിന്ന് കഴിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഉടനെ തന്നെ
ഉടനെ തന്നെ രേവതി പറയണേ, ഇല്ല മോനെ, അവൾ പുറത്തുനിന്ന് കഴിച്ചിട്ടൊന്നുമില്ല, എന്തായാലും ഇതെനിക്ക് അവൾക്ക് കൊണ്ട് കൊടുത്തേ പറ്റൂ, അവൾ എനിക്ക് ഇത് തന്ന ആ ഒരു ഉപകാരം എത്ര വലുതാണെന്ന് നിനക്ക് അറിഞ്ഞുകൂടെ എന്നിങ്ങനെ പറയണേ. നീ പെട്ടെന്ന്, നീ കൂടുതലൊന്നും പറയണ്ട, പെട്ടെന്ന് പോയി റെഡിയായിട്ട് വാന്ന് പറയണേ. അപ്പം തന്നെ നമ്മുടെ ശ്രീകാന്ത് പോവുകയാണ്, പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വരികയാണ്. എന്നിട്ട് നമ്മുടെ രേവതി ശ്രീകാന്തിൻ്റെ വണ്ടിയിൽ കയറി പോവുകയാണ്. അതിനുശേഷം കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സുധി വരികയാണ്. സുധി വരുമ്പോൾ സുധി ആകെ അസ്വസ്ഥനാണ്, ആകെ ടെൻഷൻ അടിച്ച് ഒരു വല്ലാത്തൊരു അവസ്ഥയിലാണ് നമ്മുടെ സുധി വരുന്നത്. അപ്പോഴേക്കും നമ്മുടെ ചന്ദ്രമതി അങ്ങോട്ടേക്ക് പുറത്ത് പോകാനായിട്ടൊരു ബാഗൊക്കെ ആയിട്ട് ഇറങ്ങി വരികയാണ്. അപ്പോൾ ചന്ദ്രമതി ചോദിക്കണേ, എന്താ മോനെ സുധി, എന്താ പറ്റിയത്, എന്താ നിൻ്റെ മുഖമൊക്കെ വല്ലാണ്ടിരിക്കുന്നത്, ഇന്ന് നീ പോയ കാര്യം നടന്നില്ലേ എന്ന് ചോദിക്കണം. അപ്പോൾ സുധി പറയണം, അമ്മേ എനിക്ക് ആ ഇൻ്റർവ്യൂവിൽ പങ്കെടുത്തിട്ട് ഞാൻ ജയിച്ചില്ല അമ്മേ, ഇൻ്റർവ്യൂ പാസ്സായില്ല, അതുകൊണ്ട് എനിക്ക് ആ ജോലി കിട്ടില്ല എന്ന് പറയണം. അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ ചന്ദ്രമതി പറയണം, എന്താ മോനെ നീ പറയുന്നത്, ഇത് ഒരു ജോലിയും നിനക്ക് ശരിയാവുന്നില്ലല്ലോ, നീ പഠിച്ച് ഇത്രയൊക്കെ ഡിഗ്രികൾ കൊണ്ടുവച്ചിട്ട് എന്താടാ ഉപയോഗം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചന്ദ്രമതി വിഷമിക്കുകയാണ്. അപ്പോൾ സുധി പറയണേ, ഞാൻ എന്ത് ചെയ്യാനാമേ, ഞാൻ ശ്രമിക്കാഞ്ഞിട്ടല്ലല്ലോ എന്നിങ്ങനെ പറയണം. അപ്പോൾ ചന്ദ്രമതി പറയണേ, മോനെ ഇത്രയും നാളായില്ലേ നിനക്കൊരു ജോലി ഇല്ലെന്ന് വെച്ചാൽ അത് മോശമല്ലേ, ഇനിയിപ്പോൾ നിൻ്റെ ഭാര്യയുടെ മുന്നിൽ പോലും നിനക്കൊരു വില ഉണ്ടാവില്ല, ജോലി ഇല്ലാത്ത നിനക്ക് അവൾ എന്തെങ്കിലും വില തരുമോ, നീ എങ്ങനെ അവളുടെ മുന്നിൽ പിടിച്ചു നിൽക്കും എന്നൊക്കെ പറയുകയാണ് നമ്മുടെ ചന്ദ്രമതി. മോള് തന്നെ നിന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഉടനെ സുധി വിഷമിക്കുകയാണ്. സുധി പറയണം, അമ്മേ ഒന്നും എൻ്റെ കയ്യിലെ തെറ്റുകൊണ്ടല്ലല്ലോ അമ്മേ, ഞാൻ ശ്രമിക്കാഞ്ഞിട്ടാണോ, എനിക്ക് നല്ല ജോലി വരും അമ്മേ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അതിനുശേഷം ചന്ദ്രമതി പറയണം, മോനെ നിങ്ങൾക്ക് എന്തൊക്കെയോ ദൃഷ്ടിദോഷമോ എന്തോ പൊരുത്തക്കുറവോ എന്തോ ഉണ്ട് മോനെ, നമുക്ക് നല്ലൊരു ജോത്സ്യനെ കൊണ്ടുവന്ന് നോക്കാം എന്ന് പറയണം. അപ്പോൾ ഉടനെ സ്തുതി പറയണം, അമ്മ ജോത്സ്യനെ കൊണ്ടുവന്ന് നോക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല, ഇത്രയേറെ ഡിഗ്രി ഞാൻ കൊണ്ടുവച്ചിരിക്കുകയാണ്, ആ ഡിഗ്രി കയ്യിലുണ്ടായിട്ട് എനിക്ക് ജോലി കിട്ടുന്നില്ല, പിന്നെയാണ് ഒരു ജോത്സ്യം വന്നിട്ട് എന്തെങ്കിലും നോക്കി പറയുമ്പോൾ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോഴത്തേക്ക് ചന്ദ്രമതി പറയണം, എന്നാലും സ്തുതി ഇത് വല്ലാത്തൊരു കഷ്ടമായി പോകുന്നുണ്ട് അമ്മ, ഞാൻ എന്ത് തെറ്റ് ചെയ്തു അമ്മ, അമ്മയും കൂടി എന്നെ കുറ്റപ്പെടുത്തല്ലേ എന്ന് പറയണം. അപ്പോൾ ചന്ദ്രമതി പറയണം, ആ മോനെ നീ എന്തായാലും അകത്തിരിക്കുക, ഞാനും ഭാമയും കൂടി പുറത്തേക്കൊന്ന് പോവുകയാണ്, ഒരു സ്ഥലം വരെ പോകണം എന്നിങ്ങനെ പറയുകയാണ്. എന്നിട്ട് നമ്മുടെ സുധിയെ നോക്കിയിട്ട് നമ്മുടെ ചന്ദ്രമതി പറയണം, മോൻ എന്തായാലും അകത്ത് പോയി റെസ്റ്റ് എടുക്കുക എന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതി പറയണേ, അല്ലെങ്കിൽ തന്നെ എന്ത് റെസ്റ്റാണ്, നിനക്ക് 27 മണിക്കൂർ റെസ്റ്റ് തന്നെയാണല്ലോ അമ്മേ, വെറുതെ പറഞ്ഞതല്ലേ മോൻ അകത്ത് പോയിരുന്നോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചന്ദ്രമതി ബാഗും തൂക്കി പുറത്തേക്ക് ഇറങ്ങുകയാണ്. ആ സമയത്ത് നമ്മുടെ സുധി ഇങ്ങനെ അസ്വസ്ഥനാണ്, ഇങ്ങനെ ആലോചിച്ച് കൂട്ടിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അതിനുശേഷം സുധി ചിന്തിക്കുകയാണ്, ഇനിയിപ്പോൾ എന്തായാലും ആ വിദേശ യാത്രയ്ക്ക് പോകാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ എൻ്റെ സകല ഇമേജും പോവും, പിന്നെ ശ്രുതിയുടെ മുഖത്ത് നോക്കാനും പറ്റില്ല, എങ്ങനെ ഇനിയിപ്പോൾ ആ ഫ്ലൈറ്റ് ടിക്കറ്റിനുള്ള പൈസ കയ്യിലില്ല, ഇനിയിപ്പോൾ എന്താ ചെയ്യുക, എങ്ങനെ ഇത്തിരി പൈസ കിട്ടും എന്നൊക്കെ ഇങ്ങനെ കടന്ന് ആലോചിക്കുകയാണ് നമ്മുടെ സുധി. ആലോചിക്കുമ്പോൾ സുധിയുടെ മനസ്സിലേക്ക് വരുന്നത് നമ്മുടെ അച്ഛൻ അന്ന് പൈസ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നല്ലോ പെൻഷൻ്റെ, ആ പൈസ കൊണ്ടുവന്നിട്ട് ആ പൈസ എടുത്തിട്ട് സന്തോഷത്തോടു കൂടി ചന്ദ്രമതിയിൽ സൂക്ഷിക്കാൻ ഏൽപ്പിക്കുന്ന ആ ഒരു കാര്യം നമ്മുടെ സുധിയുടെ മനസ്സിലേക്ക് കയറി വരികയാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ സുധി പിന്നെ ഒട്ടും സമയം പാഴിക്കളഞ്ഞില്ല, നേരെ അച്ഛൻ്റെ അമ്മയുടെയും ബെഡ്റൂമിലേക്ക് കയറിയിട്ട് അലമാരികളൊക്കെ തുറക്കാനായിട്ട് നോക്കുന്നു, ഒരു രക്ഷയില്ല, എല്ലാം പൂട്ടിക്കെട്ടി വെച്ചിരിക്കുകയാണ്. അങ്ങനെ സുധി നേരെ അവിടെ തലയണയുടെ അടിയിലും ബെഡൊക്കെ പൊക്കിയിട്ടൊക്കെ നോക്കുകയാണ്, പിന്നെ ചാവി നോക്കുമ്പോൾ കിട്ടുന്നില്ല പുള്ളിക്കാരന്. അങ്ങനെ ഒടുവിൽ പുള്ളി മേശയുടെ ഡ്രോ തുറന്ന് നോക്കുമ്പോഴത്തേക്ക് അവിടെ നിന്ന് താക്കോല് കിട്ടുകയാണ്. അങ്ങനെ അലമാരി തുറക്കുകയാണ്. അലമാരി തുറന്ന് നമ്മുടെ സുധി മോൻ എന്ത് ചെയ്തു, സുധിമോൻ നേരെ ആ ബാഗ് കണ്ടെടുക്കുകയാണ്. എന്നിട്ട് അമ്മയുടെ ബാഗിൽ നിന്നും ആ പണം 2 കെട്ട് നോട്ടിങ്ങനെ എടുക്കുകയാണ്. എടുത്തിട്ട് നൈസിന് പുള്ളിക്കാരൻ്റെ തോളി കിടന്ന ആ ബാഗിനകത്തേക്ക് അത് നിക്ഷേപിക്കുകയാണ്. അതിനുശേഷം അലമാരിയൊക്കെ പൂട്ടി ഒന്നും അറിയാത്തവനെ പോലെ പുറത്തേക്ക് കിടക്കുകയാണ് നമ്മുടെ സുധിമോൻ ചെയ്തിരിക്കുന്നത്. അതേ സമയത്ത് എന്ത് ചെയ്തെന്നോ നമ്മുടെ പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ രേവതിയെ കൊണ്ട് നമ്മുടെ ശ്രീകാന്ത് സ്റ്റുഡിയോയ്ക്ക് മുന്നിൽ വരികയാണ്. എന്നിട്ട് ശ്രീകാന്ത് പോകാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്ക് രേവതി പറയണം, എന്തായാലും ഇവിടെ വന്ന സ്ഥിതിക്ക് പിന്നെ വർഷയെ കണ്ടിട്ട് പോകാമെന്ന് പറയുകയാണ്. അപ്പോൾ ഉടനെ നമ്മുടെ ശ്രീകാന്ത് പറയുകയാണ്, ഇല്ല ഏട്ടത്തി ഞാൻ വരുന്നില്ല, ഞാൻ അവളെ പിന്നെ കണ്ടോളാം, എനിക്കിത്തിരി തിരക്കുണ്ട്, എന്ത് തിരക്കായാലും കണ്ടിട്ട് പോയാൽ മതി എന്ന് പറയണം. അപ്പോൾ ശ്രീകാന്ത് പറയണം, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞാൻ പിന്നെ റെസ്റ്റോറൻറ്റിൽ ചെന്നിട്ട് ഫോൺ വിളിക്കാമെന്ന് പറയണം. അതൊന്നും പറ്റില്ല, ഫോൺ വിളിച്ചെന്നല്ലേ ഉള്ളൂ, പക്ഷെ കണ്ടിട്ട് പോയാൽ മതി എന്നും പറഞ്ഞിട്ട് രേവതി നിർബന്ധിച്ച് നമ്മുടെ ശ്രീകാന്തിനെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് ചെല്ലുകയാണ്. അതേസമയം നമ്മുടെ ഡബ്ബിങ്ങിൽ ഏർപ്പെടുകയാണ് നമ്മുടെ വർഷ ഡബ്ബിങ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ വർഷയ്ക്ക് ബ്രേക്ക് എടുക്കുന്ന സമയമായിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ
നമ്മുടെ ഡബ് ചെയ്യുന്ന സ്റ്റുഡിയോയിലെ ആൾ പറയുകയാണ് അത് പിന്നെ സുമതി എന്ന് പറയുന്ന ഡബ്ബിങ് ആർട്ടിസ്റ്റ് എത്തിയിട്ടില്ല. ഈ സുമതിക്ക് പകരമാണ് അന്ന് രേവതി ഡബ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവരിന്ന് എത്തിയിട്ടില്ല, ഇനിയിപ്പോൾ എന്ത് ചെയ്യും, ഇന്നുകൊണ്ടെല്ലാം സെറ്റാക്കാനുള്ളതാണ് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ നമ്മുടെ നമ്മുടെ വർഷ പറയുകയാണ് അന്ന് സുമതിക്ക് പകരം ഡബ് ചെയ്ത ഒരു ചേച്ചി ഉണ്ടായിരുന്നല്ലോ, ആ ചേച്ചി ഇപ്പം വരും. അപ്പോൾ ആ ചേച്ചി വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ സുമതി വന്നില്ലെങ്കിൽ നമുക്ക് ആ ചേച്ചിയെ കൊണ്ട് ഡബ് ചെയ്യിക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വർഷ ഇറങ്ങി പോവുകയാണ്. നോക്കുമ്പോൾ വർഷ വരുമ്പോഴത്തേക്ക് കാണുന്നത് നമ്മുടെ രേവതിയൊക്കെ വെയിറ്റ് ചെയ്യുന്നത് കാണുകയാണ്, അവിടെ ഇരിക്കുന്നത് കാണുകയാണ്. അപ്പോൾ വർഷ ചെന്നിട്ട് ആ ചേച്ചി കുറേ നേരം ആയോ വന്നിട്ട് എന്നും പറഞ്ഞിട്ട് ചെല്ലുകയാണ്. അങ്ങനെ നേരെ വന്ന ഉടനെ നമ്മുടെ വർഷ രേവതിയെ കെട്ടി അങ്ങ് പിടിക്കുകയാണ്. അങ്ങനെ അവർ അനിയത്തിയും ചേട്ടത്തിയും കുറേ നേരം കെട്ടിപ്പിടിച്ചൊക്കെ നിൽക്കുകയാണ്. ഇത് കണ്ടിട്ട് നമ്മുടെ ശ്രീകാന്ത് അന്തം വിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ശ്രീകാന്തിനെ നോക്കി ഇങ്ങനെ ചൊറഞ്ഞ് നോക്കുകയാണ് നമ്മുടെ വർഷ. അതിനുശേഷം നമ്മുടെ രേവതിയോട് പറയുന്നത് ചേച്ചിക്ക് സുഖമാണോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സുഖവിവരങ്ങളൊക്കെ അവർ ചോദിക്കുകയാണ്. അതിനുശേഷം നമ്മുടെ വർഷ ചോദിക്കുകയാണ്, രേവതിയോട് ചോദിക്കുകയാണ് ചേച്ചിക്ക് ബുദ്ധിമുട്ടായോ? ഇല്ല മോളെ, എന്ത് ബുദ്ധിമുട്ട്, അന്ന് കൊണ്ടുവന്നില്ലേ അതുപോലത്തെ ചിക്കൻ കറിയാണ് ഞാൻ ഇന്നും കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് മോള് വാ ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ രേവതി വിളിച്ചുകൊണ്ട് പോവുകയാണ് വർഷയെ. അതിനുശേഷം വർഷ പറയണേ ഞാനൊന്ന് കൈ കഴുകിയിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് വർഷ കൈ കഴുകാൻ പോണു. എന്നിട്ട് വർഷ വന്നിരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ രേവതി ഭക്ഷണമൊക്കെ വിളമ്പി കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ വർഷ ചിക്കൻ കറി എടുത്തിട്ട് കഴിച്ചിട്ട് സൂപ്പറായിട്ടുണ്ട് ചേച്ചി, അന്ന് വെച്ചതുപോലെ തന്നെ ഒരു വ്യത്യാസവുമില്ല കറിക്ക്, എങ്ങനെ എപ്പോഴും ഒരേ ടേസ്റ്റിൽ വെക്കാൻ പറ്റുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കുകയാണ് നമ്മുടെ വർഷ. അപ്പോഴത്തേക്ക് അതേ സമയത്ത് മാറി നിൽക്കുകയാണ് നമ്മുടെ ശ്രീകാന്തിൻ്റെ തന്നെ വർഷ ഇങ്ങനെ നോക്കുന്നുണ്ട്. അതിനുശേഷം ശ്രീകാന്തിനെ വിളിക്കുകയാണ്. ശ്രീകാന്ത് ഇങ്ങോട്ട് വരൂ എന്ന് പറഞ്ഞിട്ട് വിളിക്കുമ്പോൾ ശ്രീകാന്ത് പറയുകയാണ് ഞാൻ ഇവിടെ ഇരിക്കാം എന്ന് പറയുകയാണ്. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ വർഷ പറയുകയാണ് ഇന്ന് ഒരു ഡബ്ബിങ് ആർട്ടിസ്റ്റ് ഉണ്ട് സുമതി എന്ന് പറയും, അവരുടെ ക്യാരക്ടറാണ് അന്ന് ചേച്ചി ചെയ്തിട്ടുണ്ടായിരുന്നത്, വളരെ നന്നായിരുന്നു, അവരിന്ന് വന്നിട്ടില്ല, അവർക്ക് പകരം ചെയ്യണം എന്ന് പറയുകയാണ്. അപ്പോൾ രേവതി പറയണം അയ്യോ മോളെ എനിക്കതൊന്നും പറ്റില്ല, അന്ന് പിന്നെ എങ്ങനെയോ ചെയ്തതാണ്, ഇന്നിനിപ്പോൾ എനിക്കതിനൊന്നും പറ്റില്ല എന്ന് പറയുമ്പോൾ ശ്രീകാന്തിനെ വിളിച്ചിട്ട് നമ്മുടെ വർഷ പറയുകയാണ് ചേച്ചിയെ കൊണ്ടൊന്ന് നിർബന്ധിച്ച് ചെയ്യിക്ക് ശ്രീകാന്തെ, നന്നായിട്ട് ചേച്ചി ചെയ്യും, ചേച്ചി അന്ന് ചെയ്തത് നന്നായിരുന്നു, പക്ഷെ അന്നത്തെ ആ ഒരു സീരിയൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല എന്ന് നമ്മുടെ രേവതി പറയുകയാണ്. അതിനെന്താ ചേച്ചി ഇന്ന് ചെയ്യുന്നത് കാണാൻ പറ്റുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ രേവതിയെ നിർബന്ധിച്ച് പറഞ്ഞയക്കാനായിട്ട് ശ്രമിക്കുകയാണ് നമ്മുടെ വർഷ. അതിനുശേഷം ശ്രീകാന്തിനോട് പറയുകയാണ് നീയെങ്കിലും നിർബന്ധിച്ച് ചേച്ചി സ്റ്റുഡിയോയ്ക്ക് അകത്തേക്ക് കൊണ്ടുപോകാൻ പറയുകയാണ്. അങ്ങനെ നമ്മുടെ ശ്രീകാന്ത് സ്റ്റുഡിയോയ്ക്ക് അകത്തേക്ക് രേവതിയെ കൊണ്ടുപോവാണ്. അവിടെ ചെല്ലുമ്പോഴത്തേക്ക് രേവതിയെ കാണുമ്പോഴത്തേക്ക് അവിടെ ഇരിക്കുന്ന സ്റ്റാഫുകൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവുകയാണ് രേവതിയെ കാണുമ്പോഴത്തേക്ക്. അപ്പോൾ രേവതിയോട് പറയുകയാണ് അന്ന് മാഡം വന്ന് ഡബ് ചെയ്തത് വളരെ നന്നായിരുന്നു എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ നമ്മുടെ രേവതി മേസ്ത്രിയോട് പറയുകയാണ് അയ്യോ എനിക്കതൊന്നും അറിയില്ല, എങ്ങനെയോ പറ്റിപ്പോയതാണ്, അങ്ങനൊന്നുമല്ല, ഇന്നത്തെ കഥാപാത്രം ഉണ്ടല്ലോ അന്ന് ചെയ്ത ആ ഒരു കഥാപാത്രത്തിന് വേണ്ടി തന്നെയാണ് ഇന്നും ചെയ്യേണ്ടത്. ശരിക്കും പറയുകയാണെങ്കിൽ ഇന്ന് ചെയ്യുന്നതെന്ന് വെച്ചാൽ കഥാപാത്രം അന്നേ നമ്മൾ പറഞ്ഞു തന്നതാണല്ലോ, പണക്കാരിയായിട്ടുള്ള ഒരു അമ്മായിയമ്മ, പാവപ്പെട്ട ഒരു മരുമകൾ, അതുകൊണ്ട് അമ്മായിയമ്മ എന്ത് പറഞ്ഞാലും മരുമകളൊന്നും പറയാണ്ട് ക്ഷമയോടുകൂടി കേട്ട് നിൽക്കും. അപ്പോൾ ആ മരുമകൾക്കുള്ള ആ ഒരു വിഷമിച്ച് സംസാരിക്കുന്നതാണ്. അമ്മായിയമ്മയുടെ നേർക്ക് ശബ്ദമുയർത്തില്ല മരുമകൾ എന്ന് പറയുമ്പോൾ രേവതി ചോദിക്കുകയാണ് അതെന്താ ഉയർത്തിയാൽ, അമ്മായിയമ്മയ്ക്ക് പണം ഉണ്ടെന്നും പറഞ്ഞ് മരുമകൾക്ക് പണം ഇല്ലെന്നും പറഞ്ഞ് സംസാരിച്ചുകൂടെ, പണമാണോ മനുഷ്യനെ കൊണ്ട് സംസാരിപ്പിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് രേവതി പറയുകയാണ്. എന്നിട്ട് രേവതി പറയുകയാണ് എപ്പോഴും പണമുള്ളവർ മാത്രം സംസാരിച്ചാൽ മതിയോ, പാവപ്പെട്ടവർക്കും സംസാരിക്കണ്ടേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഉടനെ നമ്മുടെ മേസ്ത്രി പറയണ അത് അങ്ങനെയാണ് കുട്ടി ഈ ഒരു കഥാപാത്രം. അപ്പോൾ രേവതി പറയണ കഥാപാത്രം എപ്പോഴും ഒരേ രീതിയിൽ നിന്ന് കഴിഞ്ഞാൽ കാണുന്നവർക്ക് ബോറടിക്കില്ലേ, കുറച്ചൊന്ന് മാറ്റി പിടിച്ചൂടെ എന്ന് പറയുമ്പോൾ ഞാനത് റൈറ്ററോട് പറയാം എന്നിങ്ങനെ പറയുകയാണ് നമ്മുടെ മേസ്ത്രി പറയുകയാണ് ഞാനത് റൈറ്ററോട് പറയാം എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ നമ്മുടെ വർഷ എന്ത് ചെയ്യുന്നോ നമ്മുടെ ഡബ് ചെയ്യിക്കുന്ന ആളിൻ്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് ശ്രീകാന്തിനെ അങ്ങോട്ടേക്ക് ചെല്ലാൻ പറയുകയാണ്. അപ്പോൾ നമ്മുടെ ശ്രീകാന്തിനെ അതുപോലെ തന്നെ നമ്മുടെ ആ പുള്ളിക്കാരൻ പറയുകയാണ് വർഷ മേഡം വിളിക്കുന്നു അങ്ങോട്ട് ചെല്ലാൻ പറയുകയാണ്. അപ്പോൾ നമ്മുടെ ശ്രീകാന്ത് പെട്ടു എന്ന് നിറഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. കാരണം പുള്ളിയുടെ ഫോണിൽ വിളിച്ചിട്ട് ചെല്ലാൻ പറയുമ്പോഴത്തേക്ക് നമ്മുടെ ശ്രീകാന്തിന് ചെല്ലാതിരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ നമ്മുടെ ശ്രീകാന്ത് ഇങ്ങനെ വർഷയുടെ അടുത്തേക്ക് പോവുകയാണ്. അതോടുകൂടി എപ്പിസോഡ് കഴിയുകയാണ്. എന്തായാലും നല്ലൊരു അടിപൊളി എപ്പിസോഡായിരുന്നു. ഇനി നാളെ കാണാം നമ്മുടെ സുധിയുടെ വിളയാട്ടങ്ങൾ. സുധി മിക്കവാറും രേവതിയുടെ ഫാമിലിയെ കള്ളത്തരം കാണിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം നമ്മുടെ ചന്ദ്രമതിക്ക്, അതായത് ആ ബൈക്ക് മോഷണത്തിൻ്റെ കാര്യമൊക്കെ അറിയാവുന്നതുകൊണ്ട് രേവതിയുടെ തലയിൽ തന്നെ
ഇത് വരും. പക്ഷേ നഖശികാന്തം അതിനെ എതിർക്കാനായിട്ട് നമ്മുടെ ശ്രീകാന്ത് കൂടെയുണ്ട്. കാരണം ശ്രുതി വരുന്ന സമയത്ത് നമ്മുടെ ശ്രീകാന്ത് അതിന് മുമ്പായിട്ട് രേവതിയും കൂട്ടി റെസ്റ്റോറൻറ്റിൽ പോയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ എന്തായാലും നല്ലൊരു എപ്പിസോഡാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിശ്വസിക്കുകയാണ്. ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ബായ്.